ഹലോ ഗായ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ മെഷീൻ ടൂൾസ്. നമുക്കെല്ലാവർക്കും അറിയാം മെഷീൻ എന്നാൽ എന്തെന്ന്. നമ്മളെല്ലാവരും മെഷീൻസുമായിട്ട് ഫെമിലിയർ ആണ്. ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എഫേർട്സിനെ റെഡ്യൂസ് ചെയ്യാനാണ് മെഷീൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഉദാഹരണം എന്ന് പറയുമ്പോൾ ഫാൻ, വാഷിംഗ് മെഷീൻ എക്സെട്ര. ഇനി മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിൽ നിന്നും എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ മെഷീൻ ടൂൾസ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും എല്ലാ മെഷീൻസും മെഷീൻ ടൂളുകളല്ല. മെഷീൻ ടൂളിന് ഉത്തമ ഉദാഹരണമാണ് സെൻട്രൽ ലേത്ത്. സെൻട്രൽ ലേത്ത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് മെഷീൻ ടൂൾ. സെൻട്രൽ ലേത്തിന് വേറൊരു വിളിപ്പേരുണ്ട്, മദർ ഓഫ് ദി മെഷീൻസ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലേത്ത്. ഏതൊരു മെഷീൻ എടുത്താലും അതിന് അതിൻ്റേതായ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതേപോലെ നമ്മൾ ലേത്തിനുമുണ്ട് ലേത്തിൻ്റെതായ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ലേത്തിന് വർക്ക് ചെയ്യേണ്ടത് മെയിനായിട്ട് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ വർക്ക് പീസ് അല്ലെങ്കിൽ ജോബ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ കട്ടിംഗ് ടൂൾ. വർക്ക് പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചക്കിലാണ് ഹോൾഡ് ചെയ്ത് നിർത്തുക. മാത്രമല്ല അതിൻ്റെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വർക്കിൻ്റെ പെർപെൻഡിക്കുലറോ പാരലോ ആക്സിസിലായിരിക്കും നമ്മൾ കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുക. അങ്ങനെ വർക്കിൽ നിന്ന് മെറ്റീരിയൽ ചിപ്പ് രൂപത്തിൽ റിമൂവ് ചെയ്യുന്നു. ടൂൾ മൂവ് ചെയ്യുന്നത് പാരലൽ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ നമുക്കവിടെ ലഭിക്കുന്ന സിലിണ്ടറിക് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. ടൂൾ മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ നമുക്കവിടെ ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും ലഭിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ പാർട്സ് ഓഫ് ലേത്ത് ആണ്. ലേത്തിന് മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് പറയുമ്പോൾ ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, ടൂൾ പോസ്റ്റ്, ലീഡ് സ്ക്രൂ, ഫീഡ് മെക്കാനിസം. ബെഡ് എന്നാൽ നമ്മുടെ ലേത്തിൻ്റെ ഫൗണ്ടേഷനാണ്. ബെഡ് നമ്മുടെ ലേത്തിന് വെറും ഒരു ഫൗണ്ടേഷൻ മാത്രമല്ല കൊടുക്കുന്നത്. ബെഡ് നമ്മുടെ ലേത്തിന് ഒരു ബേസ് ആയിട്ടൊരു സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നത്. അത് നമ്മുടെ ലേത്തിനെ ഒരു കൺവീനിയൻ്റ് ഹൈറ്റിൽ നിലനിർത്താനും സഹായിക്കുന്നു. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ് ഇതെല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബെഡിലാണ്. ബെഡ് വെറും ഒരു കൺവീനിയൻ്റ് ഹൈറ്റോ ബേസ് സ്ട്രക്ചറോ മാത്രമല്ല കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മുടെ മെഷീൻ ഒരു സ്ട്രെങ്തും ഒരു റിജിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെഡിലെ ടോപ്പ് സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഗേറ്റ് വേസ് ഉണ്ട്. ബെഡിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ സ്മൂത്തും അതോടൊപ്പം തന്നെ സ്ട്രെയിറ്റുമായിട്ടുള്ള ഒരു പാത്ത് വേ ആണ്. ഇതിനെയാണ് നമ്മൾ ഗേറ്റ് വേസ് എന്ന് പറയുന്നത്. ഈ ഗേറ്റ് വേസിലാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്കും ഗാരേജും മൂവ് ചെയ്യുന്നത് ഓർ സ്ലൈഡ് ചെയ്യുന്നത്. ബെഡ് എന്നാൽ ഹെവി ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഈ പാർട്ട് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ. ഗാരേജ് ഹെഡ് സ്റ്റോക്കിൻ്റെയും ടെയിൽ സ്റ്റോക്കിൻ്റെയും നടുക്കായിട്ടാണ് നമുക്ക് ഗാരേജ് കാണപ്പെടുക. ഗാരേജ് കട്ടിംഗ് ടൂളിനെ സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ കട്ടിംഗ് ആക്ഷനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഗാരേജിനെ നമുക്ക് ബെഡ് വേസിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗാരേജ് പലതരത്തിലുള്ള പാർട്സിനെ ഹോൾഡ് ചെയ്യുന്നു. ക്രോസ് സ്ലൈഡ്, സാഡിൽ, ഹാൻഡ് വീൽ, ടൂൾ പോസ്റ്റ്. ഫീഡ് മെക്കാനിസം. ടൂളിൻ്റെ മൂവ്മെൻറ്റ് റിലേറ്റഡ് ടു ദി വർക്ക് പീസ്. ഇതിനെയാണ് നമ്മൾ ഫീഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ലേത്തിൽ 3 തരത്തിലുള്ള ഫീഡാണുള്ളത്. ഒന്നാമത്തെ ആംഗുലർ ഫീൽഡ്, രണ്ടാമത്തെ ക്രോസ് ഫീൽഡ്, മൂന്നാമത്തെ ഒന്നാമത്തെ ലോജിറ്റ്യൂഡിനൽ ഫീൽഡ്, രണ്ടാമത്തെ ക്രോസ് ഫീൽഡ്, മൂന്നാമത്തെ ആംഗുലർ ഫീൽഡ്. നമുക്കിനി ലോജിറ്റ്യൂഡിനൽ ഫീൽഡ് എന്താണെന്ന് നോക്കാം. ടൂൾ വർക്ക് പീസിൻ്റെ പാരലൽ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോജിറ്റ്യൂഡിനൽ ഫീൽഡാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്രോസ് ഫീൽഡ് എന്തെന്ന് നോക്കാം. ടൂൾ വർക്ക് പീസിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ക്രോസ് ഫീഡ് ആയിരിക്കും. ഇനി നമുക്ക് ആംഗുലർ ഫീഡ് എന്തെന്ന് നോക്കാം. ടൂൾ വർക്ക് പീസിൻ്റെ നിശ്ചിത അളവിലുള്ള ആംഗിളിലാണ് റൊട്ടേഷൻ നടക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന ഫീഡാണ് ആംഗുലർ ഫീഡ്. ഹെഡ് സ്റ്റോക്ക്. ബെഡിൻ്റെ ലെഫ്റ്റിലായിട്ട് മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് ഹെഡ് സ്റ്റോക്ക്. ഈ പാർട്ട് എന്ന് പറയുമ്പോൾ പെർമനൻ്റ്ലി സെക്യൂർ ആണ്. ഹെഡ് സ്റ്റോക്കിൻ്റെ ഇൻസൈഡായിട്ട് ഒരു ഡ്രൈവ് മെക്കാനിസം ഉണ്ട്.
ഈ ഡ്രൈവ് മെക്കാനിസമാണ് നമ്മുടെ വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഡ്രൈവ് മെക്കാനിസത്തിൽ ഉള്ളത് ഗിയർ ബോക്സ് ആണ്. ഇത് നമ്മുടെ വർക്കിൻ്റെ സ്പീഡിനെയും റൊട്ടേഷനെയും അതിൻ്റെ ഡയറക്ഷനെയും കൺട്രോൾ ചെയ്യുന്നു. ഗിയർ ബോക്സിൻ്റെ അകത്ത് ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഗിയർ ബോക്സ് ഈ സ്പിൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വർക്ക് പീസിനെ നമ്മൾ ചക്കിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ലീഡ് സ്ക്രൂ, ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഷാഫ്റ്റാണ് ലീഡ് സ്ക്രൂ. ലീഡ് സ്ക്രൂ എന്നാൽ ത്രെഡ് കട്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെയിൽ സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് എന്നാൽ നമ്മുടെ ബെഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് നമ്മൾ മൗണ്ട് ചെയ്ത് നിർത്തുന്നത്. മാത്രമല്ല നമ്മുടെ വർക്കിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ ടെയിൽ സ്റ്റോക്കിനെ ഗേറ്റ് വേസിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ക്ലാം ചെയ്ത് നിർത്താൻ പറ്റും. ടൂൾ പോസ്റ്റ്, നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. വർക്ക് പീസ് എന്നാൽ ചക്കിലാണ് ഹോൾഡ് ചെയ്ത് നിർത്തുക. അതേപോലെ ടൂൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ് ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റിലാണ് ഹോൾഡ് ചെയ്ത് നിർത്തുക. ടൂൾ പോസ്റ്റ് ഗ്യാരേജിലാണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയും അതേപോലെ തന്നെ കട്ടിംഗ് ടൂളിൻ്റെ ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ടൂൾ പോസ്റ്റിലൂടെ സഹായിക്കുന്നു. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഓപ്പറേഷൻ ഓൺ ലെയ്ത്ത്. ലെയ്ത്തിൽ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും? ലെയ്ത്തിൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലെയ്ത്തിൽ നമ്മൾ മദർ ഓഫ് ദി വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ മദർ ഓഫ് ദി മെഷീൻസ് എന്ന് പറയുന്നത്. ലെയ്ത്തിൽ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഫേസിങ്, ടേണിങ്, ടേപ്പർ ടേണിങ്, ത്രെഡ് കട്ടിങ്, knurling എക്സെട്ര. ഡ്രില്ലിങ്, വർക്ക് പീസിൽ ഒരു സിലിണ്ടറിക്കൽ ഹോൾ ഉണ്ടാക്കുന്നതിനാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡ്രിൽ ചെയ്ത ഹോളിനെ വലുതാക്കുന്നതിനാണ് ബോറിംഗ് എന്ന് പറയുന്നത്. പാർട്ടിങ്, വർക്ക് പീസിനെ രണ്ടിൽ കൂടുതലോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് പാർട്ടിങ് എന്ന് പറയുന്നത്. ഫേസിങ്, ലെയ്ത്തിൽ നടക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷനാണ് ഫേസിങ് എന്ന് പറയുന്നത്. ഫേസിങ് എന്തെന്നാൽ വർക്ക് പീസിൽ നിന്നും എക്സിസ് ആയിട്ടുള്ള ലെന്ത് കുറച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഫേസിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടൂൾ കൊടുക്കുന്ന ഫീഡ് എങ്ങനെയെന്ന് പറഞ്ഞാൽ വർക്ക് ആക്സിസിൻ്റെ റൈറ്റ് ആംഗിൾ ടൂൾ കൊണ്ടുപോയി മെറ്റീരിയലിനെ റിമൂവ് ചെയ്യും. ടേപ്പർ ടേണിങ്, നമ്മുടെ സിലിണ്ടറിക്കൽ വർക്ക് പീസിൽ ഡയമീറ്റർ കുറച്ചുകൊണ്ട് ഒരു സിലിണ്ടറിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ടേപ്പർ ടേണിങ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ടേണിങ്, സ്റ്റെപ്പായി നമ്മുടെ സിലിണ്ടറിക്കൽ വർക്ക് പീസിൽ വേരിയസ് ഡയമീറ്റേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനാണ് സ്റ്റെപ്പ് ടേണിങ് എന്ന് പറയുന്നത്. ടേണിങ്, വർക്ക് പീസിൽ നിന്നും എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ടേണിങ് എന്ന് പറയുന്നത്. ടേണിങ് ഓപ്പറേഷൻ നടത്തുമ്പോൾ വർക്ക് പീസിനെ ലെയ്ത്തിൻ്റെ സെൻറ്ററിൽ സപ്പോർട്ട് ചെയ്യുകയും കട്ടിംഗ് ടൂൾ വെച്ച് ഫീഡ് എന്ന് പറയുമ്പോൾ പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. knurling, ലെയ്ത്തിൽ നടത്തുന്ന മറ്റൊരു ഓപ്പറേഷനെയാണ് നമ്മൾ knurling എന്ന് പറയുന്നത്. knurling എന്തെന്നാൽ നമ്മുടെ വർക്ക് പീസിൽ ഡയമണ്ട് ലൈക്ക് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് knurling എന്ന് പറയുന്നത്. ഇവിടെ കട്ടിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് തരം പാറ്റേൺ ആണ് വേണ്ടുന്നത് ആ സെയിം പാറ്റേണിലായിരിക്കും കട്ടിംഗ് ടൂൾ ഇരിക്കുന്നത്. ഈ കട്ടിംഗ് ടൂൾ വെച്ച് നമ്മുടെ വർക്ക് പീസിലോട്ട് ഫീഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ കട്ടിംഗ് ടൂളിലുള്ള സെയിം പാറ്റേൺസ് നമ്മുടെ വർക്ക് പീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ത്രെഡിങ്, സിലിണ്ടറിക്കായ നമ്മുടെ വർക്ക് പീസിൽ ത്രെഡ്സ് മേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ത്രെഡിങ് എന്ന് പറയുന്നത്. ത്രെഡ് കട്ടിങ് നമുക്ക് ഇൻറ്റേർണലായിട്ടും അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ടും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.